ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നല്ലൊരു റൊട്ടീൻ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് തടസ്സപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പുദീപത്തെക്കുറിച്ച് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. സാറ്റർഡേ ആമയ്ക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മറ്റേ ഈ ഡൈസ് എറേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പ്രണവ് മോഹൻലാലിന്റെ, ആ ഒരു സിനിമ കാണാനാണ് പോകുന്നത്. അപ്പോൾ ആമി വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത്, അതായത് ആമി കാണിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ സിനിമകളൊക്കെ ഞങ്ങൾ തനിയെ പോയി കാണാറുണ്ട്. ഹസ്ബൻഡിന് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലത്തെ ഹൊറർ മൂവീസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഹൊറർ മൂവീസ് ഒരുപാട് കാണുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അധികം ഹൊറർ സിനിമകളോ അല്ലെങ്കിൽ സീരീസുകളോ ഒന്നും ഒരുപാട് കാണത്തില്ല. പക്ഷെ എന്നാലും ഹസ്ബൻഡ് എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാനിരുന്ന് കാണുന്നതാണ്. കാരണം എനിക്ക് നല്ല പേടിയാണ്. ചെറിയ വയസ്സ് തൊട്ടേ ഭയങ്കര പേടിയാണ് കേട്ടോ. ഹൊറർ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ണൊക്കെ അടച്ചിരിക്കും. വീട്ടിൽ തന്നെ ചിലപ്പോൾ നൈറ്റൊക്കെ നമ്മളിങ്ങനെ ഹൊറർ സിനിമ വെക്കുന്ന സമയത്ത് ആമി ഉറങ്ങിയതിന് ശേഷമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ പേടിച്ച് ഇങ്ങനെ പുതപ്പിന്റെ അടിയിലൊക്കെ കയറി കിടക്കും. പക്ഷെ ഹസ്ബൻഡിന് ഒട്ടും പേടിയില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൊറർ സിനിമ പേടിയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കണം. ഈ സിനിമ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേടിയുള്ള എനിക്ക് പോലും വലിയ പേടി തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. 1-2 സീനിൽ നല്ലോണം പേടിച്ചു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ലാന്ന്. കാരണം ഇവരൊക്കെ സ്ഥിരം ഇങ്ങനത്തെ സിനിമകൾ കാണുന്നോണ്ടായിരിക്കണം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സൗണ്ട് എഫക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര സൗണ്ട് എഫക്റ്റ് ആണ്. നമുക്ക് സൗണ്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ഹൗസ്ഫുൾ ആയിരുന്നു ഷോ. അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും നേരത്തെ തന്നെ എത്തിയായിരുന്നു. 9:40 ഷോയ്ക്കാണ് വന്നത്. വിജയ മാളിലാണ് വന്നത്. അപ്പൊ എന്റെ മുഖമൊക്കെ ആകെ വീർത്ത് കെട്ടിയിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന്റെ ഒരു കടുപ്പാണ് കേട്ടോ മുഖത്ത്. അപ്പൊ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഈ മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഈ റിവ്യൂവും കാര്യങ്ങളൊന്നും കണ്ട പോലെ വലുതായിട്ടൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഹസ്ബൻഡും സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. 1 ടൈം വാച്ച് മൂവിയാണ്. പിന്നെ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി പോവാതിരുന്നാൽ ഒരു പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കാം. പിന്നെ എനിക്ക് അതിൽ 1-2 ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നി. അവരുടെ ആക്ടിംഗ് ആണ് എനിക്ക് പ്രണവിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതേ സൺഡേ ആയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഫുൾ ഡേ റുട്ടീനും കൂടി കാണിക്കാം. ഇതിനോടൊപ്പം തന്നെ ലാസ്റ്റ് ഞാൻ ഉപ്പുദീപത്തിൻ്റെ കാര്യം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന വീട്ടമ്മമാരുണ്ടല്ലേ. ഈവൻ എനിക്ക് പോലും ചില സമയത്ത് ഈ റുട്ടീനൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും വയ്യായിക വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നല്ലൊരു റുട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് വരുന്നതാണ് കാരണം. അപ്പം ഞാൻ പറയുന്നത് അങ്ങനത്തെ കാര്യമല്ല. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ഒരിക്കലും നമുക്കൊരു റൊട്ടീൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത റീസൺസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കാത്തതും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ആണ്. നമുക്കിപ്പോൾ ഫോൺ എല്ലാവരും യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പം നമുക്ക് അതിനകത്ത് ഒരുപാട് ആപ്പുകൾ നമ്മൾ അനാവശ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടേക്കും അല്ലേ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്നത് മാത്രമല്ല അതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓണും ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോൺ രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ആദ്യമേ പോയിട്ട് യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഏതെങ്കിലുമൊക്കെ നോക്കും. ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കാണാൻ തുടങ്ങിയാൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റു പല വീഡിയോകളും വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ബെഡിൽ കിടന്നുകൊണ്ടിരുന്ന് നമ്മളിത് കണ്ടുകൊണ്ട് കിടക്കും. 6 മണിക്ക് എഴുന്നേക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഇത് കണ്ട് എഴുന്നേക്കുമ്പോഴത്തേക്കും 7 മണിയെങ്കിലും ആവും അല്ലേ. ഏറ്റവും വലിയൊരു വില്ലനാണ് ഇപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതിനൊരു സൊല്യൂഷൻ വേണ്ടേ. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് ഒഴിവാക്കുന്നത്
ഒഴിവാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അനാവശ്യമായിട്ടുള്ള ആപ്പുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന സമയത്തൊന്നും നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിന് നമ്മൾ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. ഞാൻ എൻ്റെ ഫോണിലെ എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താണ് ഇട്ടേക്കുന്നത്. കാരണം എനിക്ക് ടൈം ഉള്ളപ്പോൾ മാത്രമേ കാണാൻ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കൂലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എല്ലാ ആപ്പ് നോട്ടിഫിക്കേഷൻസും ഓഫ് ചെയ്താണ് ഇട്ടേക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ചില വെബ്സൈറ്റുകൾ നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീഡം, സ്റ്റേ ഫോക്കസ്ഡ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്ര സമയം മാത്രമേ നമ്മൾ സ്ക്രീൻ ടൈമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുള്ളൂ. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ നമ്മൾ നോക്കുന്ന ടൈം, അതാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഇത്ര സമയം മാത്രമേ ഒരു ദിവസത്തിൽ സ്ക്രീൻ ടൈമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ളൊരു സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ഒരു സമയത്ത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു റുട്ടീൻ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. അതിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ നീട്ടി വയ്ക്കലാണല്ലേ. നമ്മുടെ ജോലികൾ കൃത്യസമയത്ത് ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നതാണ്. അതിനകത്ത് തന്നെ ഒത്തിരി സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നില്ല കേട്ടോ. അടുത്ത പോയിന്റ് മൾട്ടി ടാസ്കിങ് ആണ്. വീട്ടമ്മമാർക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണല്ലേ മൾട്ടി ടാസ്കിങ് ചെയ്യാന്നുള്ളത്. അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതേസമയം അതിൻ്റെ ഒരു മോശം വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല കൃത്യമായി നമ്മൾ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിലും കൊടുക്കത്തുമില്ല. അപ്പൊ ഏതൊരു കാര്യത്തിനും അതിന്റെ ഗുണം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ദോഷവശം ഉണ്ടല്ലേ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് അവസാനം ഒന്നും നേരെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാതെ അങ്ങനെ ചെയ്യുക. പിന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടൈം ബ്ലോക്കിംഗ് ആണ്. നിങ്ങൾ ഒരു സ്പെസിഫിക് ടൈം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുക. ഇപ്പം ഞാൻ രാവിലെ ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ക്ലീനിങ് മാത്രം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കുക്കിംഗ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ആദ്യം കുക്കിംഗ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റെതായ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സിമിലർ ടാസ്കുകൾ ബാച്ച് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരേ സ്വഭാവത്തിൽ വരുന്ന കുറച്ച് ടാസ്കുകൾ കാണുമല്ലേ. ഇപ്പം നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ പാത്രങ്ങൾ കഴുകുന്നതോടൊപ്പം തന്നെ നമ്മളത് ഉടനെ തന്നെ കൊണ്ടുവന്ന് ഡ്രൈ ആക്കാനായിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇല്ലെങ്കിൽ കഴുകിയ പാത്രങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി കിടക്കുന്ന പാത്രങ്ങൾ കഴുകാനായിട്ട് തുടങ്ങണം. ഇപ്പോൾ തുണിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഓൾറെഡി നമ്മൾ കഴുകാനുള്ള തുണികൾ ഇട്ടേക്കുമല്ലോ. അപ്പോൾ ആ തുണികൾ കഴുകി ഉടനെ തന്നെ കൊണ്ടുപോയി വിരിക്കണം. പിന്നീടത്തേക്ക് മാറ്റി വെക്കരുത്, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ തുണി കഴുകി ആ ഒരു സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൾട്ടി ടാസ്കിങ് നമുക്ക് കുറച്ചൊന്ന് ഈസി ആക്കാനായിട്ട് പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫിസിക്കലിയും മെന്റലിയും നമ്മൾ ക്ലറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, വീട് മൊത്തം അഴുക്ക് പിടിച്ച് അല്ലെങ്കിൽ മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളൊരു എൻവയോൺമെന്റ് നമ്മുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ നല്ലപോലെ ബാധിക്കും. അപ്പം നമ്മുടെ വീട് വൃത്തിയില്ലാതെ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിച്ചു വാരി ഇട്ടേക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം അതാത് സ്ഥാനത്ത് തന്നെ ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്പേസ് വെച്ചേക്കുക. അതുപോലെ തന്നെ ക്ലറ്റേർഡ് ആണെന്ന് തോന്നുന്ന ആ സമയത്ത് തന്നെ നിങ്ങളത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും. മൈൻഡ് ഡംപ് എന്ന് പറയും. ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ചേർന്നാണല്ലേ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കും അല്ലേ. അപ്പം അതിൽ ആവശ്യമില്ലാത്തതിനെയൊക്കെ നമുക്ക് ഒന്ന് എടുത്ത് പുറത്ത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പാടെ നമ്മൾ ആ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രെയിന് നല്ല ക്ലിയർ ആവും. അപ്പം നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൊടുക്കാനായിട്ട് പറ്റും, പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിനിൽ നിന്ന് പല കാര്യങ്ങളും ഇങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജേണൽ എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ആ പേപ്പറിനെ കീറിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ച് കളയുകയോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കീറി കളയുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒത്തിരി മൈൻഡ് റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ കുറേ ട്രോമകളുമായിട്ട് നമ്മളിങ്ങനെ ഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രൊഡക്ടിവിറ്റി കിട്ടത്തില്ല, നമുക്ക് ഒരു കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റില്ല, നമ്മുടെ റുട്ടീൻ എല്ലാം തെറ്റിപ്പോവും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓവർ കമ്മിറ്റ്മെന്റ്. നമ്മൾ വീട്ടമ്മമാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലേ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ നമ്മൾ കയറി യെസ് പറയും. ഞാനും ഇങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു കൂട്ടുകുടുംബം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലി ആയിരിക്കുമ്പോൾ പലരുടെയും കാര്യങ്ങൾക്ക് നമ്മൾ യെസ് പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കത്തില്ല. ഈവൻ നമ്മുടെ സെൽഫ് കെയറിനോ നമ്മുടെ മീ ടൈമിനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ പഠിക്കേണ്ട ഒരു കാര്യം, ലേൺ ടു സേ നോ. നോ പറയാനായിട്ട് പഠിക്കുക. അത് പല വീട്ടമ്മമാർക്കും ഇന്നും പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അവസ്ഥയല്ലല്ലോ നിങ്ങളുടേത്. പല വീട്ടമ്മമാർക്കും പല കാര്യങ്ങളോടും നോ പറയാൻ പറ്റാതെ അവർ ആ ഒരു വലയത്തിൽ പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇരിക്കും തോറും നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒന്നിനും പറ്റാതെ നമ്മളിങ്ങനെ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. നമ്മുടെ റുട്ടീൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിലും നമുക്കിപ്പോൾ ഒരു കൃത്യസമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അൺവാണ്ടഡ് ആയിട്ട് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നോ അവിടെ പറയണം. നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മറ്റുള്ള പ്രയോറിറ്റീസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ജോലികൾ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് നോ പറഞ്ഞ് ശീലിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനെ ആണെങ്കിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഏത് സമയത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ മറ്റു ജോലികൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കണമെന്ന് ഇടയിൽ കയറി ഇങ്ങനെ വരുവോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ ബൗണ്ടറിയെ കുറിച്ചൊന്ന് ഓർക്കുക. നിങ്ങൾ ഈ സമയത്ത് ഈ ജോലിയെ ചെയ്യുള്ളൂ എന്നുള്ളത് ദൃഢനിശ്ചയം തന്നെ എടുത്തു വെക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു വീക്കിലോ അല്ലെങ്കിൽ ഒരു മന്തിലത്തേക്കോ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പം നമ്മൾ എത്രത്തോളം ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. മന്ത് എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ എത്രമാത്രം എൻ്റെ ജോലികൾ ചെയ്തു, ഞാൻ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആയിരുന്നു, ഇതൊക്കെയൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നെക്സ്റ്റ് വീക്കിൽ ഉറപ്പായിട്ടും ചെയ്ത് തീർക്കും എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക. 6th പോയിന്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആൻഡ് ഇൻട്രപ്ഷൻസ്. നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും ഫോൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരോട് കുറേ നേരം സംസാരിച്ച് പിന്നെ നമുക്ക് അങ്ങോട്ട് മടിയാണ്, നമ്മുടെ ജോലികളൊന്നും ചെയ്യത്തുമില്ല. ആവശ്യമില്ലാതെ നമ്മുടെ സമയം കുറേ ഗോസിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വേസ്റ്റ് ആക്കി കളയുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ആദ്യമേ തന്നെ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വ്യക്തികളോട് നിങ്ങൾ പറയണം, ഈ സമയത്ത് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല, എനിക്ക് ഈ സമയത്ത് ജോലികളുണ്ടെന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടൈമർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടൈമർ യൂസ് ചെയ്തിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ജോലികൾ തീർക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മറ്റ് കോവർക്കേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടോ പറയുക, ഞാൻ ഈ സമയത്താണ് ഫ്രീ ആവുന്നത്, ഈ ദിവസം ഇന്ന സമയം വരെ ഞാൻ തിരക്കിലായിരിക്കും എന്നുള്ളത് അവരോട് കൃത്യമായി തന്നെ പറയുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പീപ്പിൾസ് വഴിയുള്ള ഇൻട്രപ്ഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. 7th പോയിന്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, പുവർ സ്ലീപ്പ് ഹൈജീൻ. അതായത് നമ്മൾ വീട്ടമ്മമാർക്ക് പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണല്ലേ, ഞാൻ ഉൾപ്പെടെ എനിക്ക് പലതവണ പറ്റിയിട്ടുള്ള അബദ്ധമാണ്. 2025 തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയൊരു കാര്യം കൂടിയാണ് ഈ ഉറക്കം ക്രമീകരിക്കുക എന്നുള്ളത്. നന്നായിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം.
അപ്പോൾ നമ്മൾ ഉണരുമ്പോൾ മാത്രമല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സ്ലീപ്പ് ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻറ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും കൃത്യസമയം 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഞാൻ ഉറങ്ങും എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക. ദൃഢനിശ്ചയം എടുത്താൽ മാത്രം പോരാ, അത് നമ്മൾ പാലിക്കുകയും ചെയ്യണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണ് ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ പലരും ചെയ്യുന്ന, ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ കിടക്കാനായിട്ട് പോകുന്നതിന് മുന്നേ ഫോണും കൊണ്ടുപോകും. കുറേ നേരം അതിലിങ്ങനെ നോക്കി കിടക്കും. 10 മണിക്ക് ഉറങ്ങേണ്ട നമ്മൾ സ്ക്രോൾ ചെയ്ത് അവസാനം നമ്മൾ ഉറങ്ങുന്നത് 12 മണിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഉറക്കത്തിൻ്റെ സമയം അവിടെ തെറ്റിയല്ലേ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് 8 മണിക്കായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാതെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന പോലെ ഉറങ്ങിയിട്ട് നമ്മൾ സമയത്ത് എണീക്കത്തുമില്ല. നമുക്ക് നല്ലൊരു റൂട്ടീൻ സെറ്റ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിന് മുന്നേ തന്നെ നമ്മുടെ ഫോണ് നമ്മുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ബെഡ് ടൈമിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു വീടിൻ്റെ അന്തരീക്ഷം, ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളൊന്ന് കാമാക്കി വെക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാം ലൈറ്റ്സ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ബുക്ക് എടുത്ത് വെച്ചേക്കാം. നല്ലൊരു ബുക്ക് വായിച്ചു കൊണ്ട് ഉറങ്ങുന്നത് നല്ലൊരു സ്ലീപ്പാണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും കാമായിട്ടുള്ളൊരു മ്യൂസിക് കേൾക്കാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കിടക്കാൻ പോകുന്നതിന് 9 മണിക്ക് മുന്നേ കിടക്കാൻ പോവുകയാണെങ്കിൽ 8:30 പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങരുത്. ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 7:30 മിനിമം ഭക്ഷണം കഴിക്കണം. നൈറ്റിലത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കണം. അപ്പോഴാണ് അത് നന്നായിട്ട് ദഹിച്ച് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഉറക്കം കിട്ടത്തുള്ളൂ. വയറിങ്ങനെ ഫുള്ളാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉറങ്ങാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓർ എനർജി. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞതാണ്, ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ മോട്ടിവേഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ എനർജിയും കുറവായിരിക്കും. അത് സ്വാഭാവികമാണല്ലേ. നമ്മൾ ഡെയിലി എല്ലാ ജോലിയും ചെയ്ത് സ്പീഡിന് ചെയ്യുന്നത് പോലെ ചില ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് മോട്ടിവേഷൻ കുറവാണ് എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ് ആണ് നമ്മുടെ സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുന്നത് വരും, റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസ് വരും, വാക്കിങ്ങിന് പോകുന്നവരാണെങ്കിൽ അത് വരും, ബാലൻസ്ഡ് ഡയറ്റ്, ഗുഡ് സ്ലീപ്പ്, മീ ടൈം എൻജോയ് ചെയ്യുന്നത്, ഗാർഡനിങ്, അതുപോലെ കുക്കിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക തന്നെ വേണം. സെൽഫ് കെയറിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാത്തവരെന്തായാലും കണ്ടു നോക്കൂ. അടുത്ത കാര്യം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് എൻജോയബിൾ. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ക്ലീനിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് അതൊരു ഡീമോട്ടിവേഷൻ ആയിട്ടോ ബേർഡൻ ആയിട്ടോ തോന്നത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോഡ്കാസ്റ്റ് കേൾക്കാം ക്ലീൻ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൂവി വെച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ഞാൻ ചില ദിവസങ്ങളിൽ എൻ്റെ വീട്ടിലെ അമ്മയെ ഫോൺ ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അഞ്ജുവിനെ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളൊരു വിഷമം വരത്തുമില്ല, നമ്മുടെ ജോലി കഴിയുന്നതും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഒരു റിവാർഡ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിന്ന് ഇത്രയും ജോലി ചെയ്തതല്ലേ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് വില കൂടിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കണമെന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്നതോ, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നതോ, മുഖത്ത് എന്തെങ്കിലും ഒരു ഫേസ് ക്രീമോ ഫേഷ്യലോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത്. 9th പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്ഷനിസം ആണ്. പെർഫെക്ഷനിസം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജീവിതകാലം മുഴുവനും പെർഫെക്ഷനിസം നോക്കി ആ ജോലികൾ നീട്ടിക്കൊണ്ട് പോവുകയും നമ്മുടെ റുട്ടീൻ എല്ലാം തെറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഒന്ന് മാത്രം മനസ്സിലാക്കുക, നമ്മളെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പെർഫെക്ഷനിസം മറ്റു കാര്യങ്ങളൊക്കെ പിന്നെടുത്ത കാര്യമാണല്ലേ. കൃത്യസമയത്ത് നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മുടെ ജോലികൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അല്ലാതെ എല്ലാം
പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ സാഹചര്യങ്ങൾ നമുക്കൊത്ത് വരത്തില്ല. അടുത്ത ലാസ്റ്റ് 10th പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. അതായത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും 2026 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഷ്ടിച്ച് 2 മാസം ഇല്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ അടുത്ത വർഷം അല്ലെങ്കിൽ 2025 ഈ ഒരു നവംബർ മാസം തൊട്ട് ഞാൻ എങ്ങനെ ആയിരിക്കും മാക്സിമം വീട്ടമ്മമാരുടെ കാര്യത്തിലാണെങ്കിൽ പ്രൊഡക്റ്റീവ് ആവാനും, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നെങ്കിൽ അത് പഠിക്കാനും, പുതിയ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. എപ്പോഴും ഒരു വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈവൻ ഒരു നവംബർ മാസത്തിലെങ്കിലും നിങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എൻ്റെ ഗോൾസ് ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മാക്സിമം വർക്ക് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 95% കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. വീട്ടമ്മയാണ്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടും തീരുമാനിക്കണം. എന്നിട്ട് നിങ്ങളത് സാധിച്ചു കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഈ ചാനലിൽ വന്നിട്ട് കമൻ്റ് ഇടണം, മറന്നു പോകരുത്. അപ്പം ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ, നിങ്ങളെ കൊണ്ട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ബിസി ആക്കി വെച്ചിട്ട് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിച്ചുകൊണ്ട് മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് തന്നെ ശ്രമിക്കും എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക. ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനവും സന്തോഷമാണല്ലേ. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ടൈം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യും എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഒരു റുട്ടീൻ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ഉപ്പുദീപം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഉപ്പുദീപമൊക്കെ ഞാൻ ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ പഠിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. വൈകുന്നേരങ്ങളിലാണ് മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത്. ഉപ്പുദീപം പല രീതിയിലും ചെയ്യാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മുടെ ഇടിഞ്ഞിലും അതുപോലെ വിളക്കും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തന്നെ പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്തതാണ്. പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു 7 days ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് വെക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഡീപ് ക്ലീനിങ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിളക്ക് വെക്കുന്നത്. ഉപ്പുദീപം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതുപോലൊരു ചെറിയൊരു തട്ട് വേണം, അതുപോലെ തന്നെ ഒരു കണ്ണാടി ബൗള് വേണം, പിന്നെ 2 ഇടിഞ്ഞിൽ വിളക്കും വേണം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു ബ്രാസിൻ്റെ തട്ടം കണ്ടോ, അത് നമ്മൾ നന്നായിട്ട് മഞ്ഞൾ പൂശിയെടുക്കുക. അതുപോലെ തന്നെ ഈ 2 ഇടിഞ്ഞിൽ വിളക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പം 2ലും പുറത്തും അകത്തും ഒക്കെ മഞ്ഞൾ നന്നായിട്ട് പൂശിയെടുക്കണം. അതുപോലെ തന്നെ ബൗളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. ഉപ്പുദീപം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ബൗളും ഈ ഇടിഞ്ഞിൽ വിളക്കും ഈ ചെറിയ തട്ടും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചേക്കണം. കല്ലുപ്പ് കൊണ്ടാണ് നമ്മൾ ഉപ്പുദീപം ചെയ്യേണ്ടത് കേട്ടോ. മഞ്ഞൾ നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം ഇതിൽ ഇതുപോലെ കുങ്കുമത്തിൻ്റെ പൊട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മഞ്ഞളും കുങ്കുമം ഉള്ളയിടത്ത് ലക്ഷ്മി വാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉപ്പുദീപം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തട്ടത്തിൻ്റെ മേലെ ബൗൾ എടുത്ത് വെച്ചേക്കുക. ബൗളിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ചെറിയൊരു പൊട്ട് വെക്കുക, മഞ്ഞളും കുങ്കുമവും വെച്ച് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ആ ഒരു ഇടിഞ്ഞിലൊക്കെ മഞ്ഞളും കുങ്കുമവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. 2-3 പാക്കറ്റ് കല്ലുപ്പ് ഞാൻ എപ്പോഴും പൂജാ റൂമിൽ സൂക്ഷിച്ച് വെച്ചേക്കും. ഇത് നമ്മൾ കുക്കിങ്ങിന് എടുക്കാൻ പാടില്ല കേട്ടോ. ഇത് പൂജയ്ക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന കല്ലുപ്പാണ്. എന്നിട്ട് നേരൊക്കെ ഇതിൽ ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ ഇങ്ങനെ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. പൊടിയുപ്പ് ഒരിക്കലും എടുക്കരുത്, കല്ലുപ്പ് തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് ഈ ഇടിഞ്ഞിലിൻ്റെ സെൻറ്ററിലായിട്ടും സൈഡിലായിട്ടൊക്കെ ഇതുപോലെ കുങ്കുമത്തിൻ്റെ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കിഴക്ക് വശത്ത് നോക്കി നിൽക്കുന്ന രീതിയിലാണ്
ഈ ഇടിഞ്ഞിൽ വെക്കേണ്ടത്. തിരി ആ ഒരു ഭാഗത്തേക്കാണ് ഇടേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തട്ടത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് പൂക്കൾ വെച്ച് അലങ്കരിക്കാം. പൂക്കൾ വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ വെക്കുന്നത്. പക്ഷെ പൂക്കൾ വെക്കുന്നത് കുറച്ചും കൂടി നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട, വിഷമിക്കേണ്ട, ഇല്ലാതെയും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ വിളക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വിളക്കെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് 2 വെള്ളത്തിരി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കിഴക്ക് വശത്തോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ തിരി ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഭദ്രാദീപം കൊളുത്തണം, നമ്മുടെ നിലവിളക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഉപ്പുദീപം വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരമാണ് ചെയ്യേണ്ടത്. ഒരു 6 മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. ഇത് രാവിലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ വെക്കും, മിക്കവാറും ഞാൻ വൈകുന്നേരങ്ങളിൽ തന്നെയാണ് വെക്കാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പുദീപം വെക്കുന്നുണ്ടെങ്കിൽ പൂജാ റൂം നല്ലപോലെ റോസ് വാട്ടറും കർപ്പൂരവും ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടണം. അതിനുശേഷം മാത്രമാണ് ഈ ഉപ്പുദീപം ചെയ്യാവുള്ളൂ. എല്ലാ ഫോട്ടോസും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ തട്ടവും ഇടിഞ്ഞിലും ഇതെല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് മഞ്ഞളും കുങ്കുമൊക്കെ വെച്ചിട്ട് വേണം ഉപ്പുദീപം വെക്കാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്കിത് അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ നാട്ടിലാണെങ്കിൽ ഉപ്പുദീപം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലൊരു ഇടിഞ്ഞിലെടുത്ത് വെറുതെ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ദീപം വെക്കുന്നതിനെയാണ് ഉപ്പുദീപം എന്ന് പറയുന്നത്. നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് രീതിയിൽ ചെയ്യുന്നുണ്ട്. വെറ്റില വെച്ച് ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബൗളിന് പകരം വലിയ ഇടിഞ്ഞിൽ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഉപ്പ് നിരത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ആൻറ്റി പറഞ്ഞു തന്നത് ഗ്ലാസ് ബൗളിൽ ഉപ്പ് വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യാം. പിന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ വീഡിയോയും കൂടെ കണ്ടിട്ട് എല്ലാം കൂടെ കണ്ട് കൺഫ്യൂഷൻ ആക്കാതെ ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് അത് ഫോളോ ചെയ്യാട്ടോ. എപ്പോഴും നമ്മൾ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം നമുക്കിപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണല്ലേ. ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും പറയുന്നത്. എല്ലാം കൂടി കണ്ടിട്ട് അവസാനം കൺഫ്യൂഷൻ അടിച്ചിട്ട് എല്ലാം കൂടി ചെയ്തിട്ട് അവസാനം അതിൻ്റെ ഫലം കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതി നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക, നമ്മുടെ മനസ്സ് ശുദ്ധിയോടെ ചെയ്യുക. മറ്റുള്ളവരെ കുറിച്ച് അസൂയയും കുശുമ്പും ഒന്നും വിചാരിക്കാതെ മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മുടെ ദുഷിച്ച മനസ്സോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു ഫലം ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ ദൈവം പൊറുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉപ്പുദീപം ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ചെയ്തിട്ട് ശനിയാഴ്ച രാവിലെകളിൽ ഇത് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞാൽ മതി. വെള്ളത്തിനകത്ത് അലിയിച്ച് എവിടെയെങ്കിലും കാല് ചവിട്ടാത്ത ഭാഗത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.